ആ, നീ വിദ്യയായിട്ട് സെക്സ് ചെയ്തായിരുന്നോ? ആര് പറഞ്ഞു? ചെയ്തോ ഇല്ലയോ? മീനൂസേ, ഓ, ഞാൻ ഇച്ചിരി ഫിറ്റാ. നമുക്കിത് നാളെ സംസാരിച്ചാൽ മതിയോ? പറ്റില്ല, ഇപ്പൊ അറിയണം. ഇപ്പൊ പറഞ്ഞ് ശരിയാവൂല, ഞാൻ അത്യാവശ്യം ഫിറ്റാ. അതായിക്കോട്ടെ, എനിക്കിപ്പൊ അറിയണം. ഞാൻ അറിഞ്ഞ കാര്യമാണ് ചോദിക്കുന്നത്. എനിക്കറിയാം, നടന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അതെ, എനിക്കും അവക്കും മാത്രം അറിയാവുന്നത് നിനക്കറിയണമെങ്കിൽ അവള് നിന്നോട് പറഞ്ഞാണോ? അതെന്തോ ആയിക്കോട്ടെ. അവള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാ. ആ, ഞാൻ അറിഞ്ഞത് സത്യാണോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞാ മതി. അവൾ എന്ത് പറഞ്ഞു? അത് നീ അറിയേണ്ട ആവശ്യമില്ലല്ലോ. അത് നീ അത് അവൾ എന്ത് പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. നടന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല, നടന്നു എന്ന് വെച്ചാ ഞാൻ പറയാം. ഇതിന്റെ പേര് ഇനി വഴക്കൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുത്. എന്നാലും നിനക്ക് എങ്ങനെ തോന്നി കുഞ്ഞു? അതാ ഞാൻ പറഞ്ഞത്, ഞാൻ കുറച്ച് ഫിറ്റ് ആണ്, നാളെ സംസാരിക്കാം. പറ്റത്തില്ല, എനിക്ക് അറിയണം. പറ. ഇപ്പൊ പറയണോ? ഇപ്പൊ പറയണം. ഒരു കാര്യം ചെയ്യും, അവളോട് വഴക്കൊന്നും ഉണ്ടാക്കാൻ നിൽക്കില്ല. ഇല്ല, കാര്യം പറ. എടി, 2 ദിവസം മുന്നേ, 2 അല്ല 3 ദിവസം മുന്നേ, അതായത് കഴിഞ്ഞ ശനിയാഴ്ച നമുക്ക് തിരുവനന്തപുരത്ത് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോ ഇന്റർവ്യൂവിന് ഞാനാ കൊണ്ടുപോയത്. അതവള് നിന്നോട് പറഞ്ഞിരുന്നു? ഇല്ല, ഇന്റർവ്യൂവിന് ഞാനാ കൊണ്ടുപോയത്. ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, പോവെന്നും പറഞ്ഞിരുന്നു. ഞാനാ കൊണ്ടുപോയത്. അപ്പൊ എനിക്കും തിരുവനന്തപുരത്ത് കൊണ്ടൊരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോ ഓൾറെഡി ഞാൻ അവിടെ പോകുന്നോണ്ട് എന്റെ കൂടെ വരാൻ പറഞ്ഞു, അങ്ങനെ കൊണ്ടുപോയതാ. അവിടെ ചെന്നു, ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞപ്പോ ഏകദേശം 11 മണിയായപ്പോ അവിടെ ചെന്നു രാവിലെ. പക്ഷെ ഇന്റർവ്യൂ നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോ ഏകദേശം ഒരു 3-3:30 ആയി. പക്ഷെ അത് കിട്ടത്തില്ലടി, അത് കുറച്ച് ടഫായിരുന്നു. അവൾ ഇറങ്ങിയപ്പം പറഞ്ഞായിരുന്നു 3:30. അവള് ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. പിന്നെ ഞങ്ങള് കുറച്ചു നേരം അവളെ മൂഡ് ഓഫ് മാറ്റാൻ വേണ്ടി കുറച്ചു നേരം ഞങ്ങൾ ബീച്ചിൽ പോയി. അവിടെ അടുത്ത് ബീച്ച് ഉണ്ടായിരുന്നു. ബീച്ചിൽ പോയി കുറച്ചു നേരം ഇരുന്നു, സംസാരിച്ചു. നിനക്കറിയാലോ, നമ്മള് പണ്ട് തൊട്ടേ സുഹൃത്തുക്കളല്ലേ. ഞങ്ങള് ലൈഫിൽ ആദ്യമായിട്ടാണ് സെക്സ് ചെയ്യുന്നത്, അതിന് മുന്നേ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനത്തെ ഫീലോ അങ്ങനെ തോന്നലോ ഒന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അവൾക്കും തോന്നിയിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. തോന്നി നിങ്ങൾക്ക്? പറയാം. എന്നിട്ട് ബീച്ചിൽ പോയി അവിടെ കുറെ നേരം കറങ്ങി അടിച്ച് കിടന്നു, കുറെ സംസാരിച്ച്. അവളുടെ പ്രണയം ഒരു 3 മാസം മുന്നേ പൊട്ടിയായിരുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, കുറെ സംസാരിക്കുകയൊക്കെ ചെയ്തു. സംസാരിച്ച് ആ പ്രണയത്തിന്റെ കാര്യത്തിലേക്ക് അവള് ഭയങ്കര വിഷമത്തിലായിരുന്നു. ഓൾറെഡി ഇന്റർവ്യൂവിന്റെ വിഷമം അവൾക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് പ്രണയകാര്യം എടുത്തിട്ട് അത് കൂടുതലായി. പിന്നെ ഞാൻ ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എടുത്ത് കൂളായി. അങ്ങനെയൊക്കെ ഇരുന്നു സംസാരിച്ച് എന്നോടൊപ്പം ഞാൻ എന്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തിയിടെ അവിടെ. അതായത് ഞങ്ങളൊരു മറ്റേ കടൽ ഭിത്തി ഉണ്ട് കേട്ടോ അവിടെ. ഈ കടൽ ഭിത്തിയുടെ കല്ലിരുന്ന് സംസാരിക്കുന്നു. അപ്പം അവളവിടെ ഇരിപ്പുണ്ട്, വലിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കാൻ നേരത്ത് അവളിങ്ങനെ ഒരു പരിധി കൂടുതൽ അവള് മൂഡ് ഓഫ് ആവുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് അവളെ എന്റെ അടുത്തോട്ട് ഇരുത്തിയിട്ട് ഞാൻ ഇങ്ങനെ സമാധാനിപ്പിച്ചു. അപ്പൊ അവൾ എന്റെ ഷോൾഡറിലേക്ക് തല ഇങ്ങനെ ചായച്ച് കിടന്നു. അതായത് എന്റെ കൈ അവളുടെ സൈഡിലുണ്ട്. അപ്പൊ എന്റെ കൈയുടെ മസിലൊക്കെ വരുന്ന ഭാഗമില്ലേ, ആ ഭാഗത്ത് അവൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കയ്യില് കെട്ടിപ്പിടിച്ചിട്ട് അവളുടെ തല എന്റെ തോളില് ചായച്ച് വെച്ച് കിടന്ന് സംസാരിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ നോർമലി സംസാരിച്ചിരുന്നിട്ട് കുറെ നേരം അങ്ങനെ കെട്ടിപ്പിടിച്ചെന്ന് വെച്ചാൽ എന്റെ കയ്യിലാ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാനിങ്ങനെ എന്റെ കുറച്ചു നേരം അങ്ങനെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ്. അപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോ എന്റെ കൈ കഴച്ച്, അതായത് കുറെ നേരമായപ്പോ കൈ അങ്ങനെ ഇരിക്കുമല്ലേടി. അപ്പോ കൈ ഇങ്ങനെ കഴിച്ചപ്പോ ഞാൻ അവളുടെ കൈ ഇങ്ങനെ വിടിയിച്ച്. ഞാൻ കൈ വിടിയിച്ചിട്ട് കുറെ നേരം ഒരേ പൊസിഷനിൽ ഇരുന്നേന്റെയാ. അപ്പം വേറൊരു പൊസിഷനിലേക്ക് വെക്കാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ മാറ്റിയപ്പോ അവള് തന്നെ കൈ ഇങ്ങനെ പിടിച്ച് അവളെ ഇങ്ങനെ എന്നിലേക്ക് ചേർത്ത് വരുന്ന രീതിയിൽ ഇപ്പുറത്തേക്ക് നമുക്കിങ്ങനെ ഒരാളെ ചേർത്ത് പിടിക്കാമല്ലോ. ഇപ്പൊ ഒരാൾ നമ്മളെ അടുത്ത് നിൽക്കുവാണെങ്കിൽ അയാളുടെ ബാക്കിൽ കൂടെ കൈയിട്ട് അവരുടെ ഓപ്പോസിറ്റ് ഉള്ള ആ കൈയുടെ ആ ഭാഗത്ത് കൊണ്ടുവന്ന് ആ ജോയിന്റിന്റെ അവിടെ കൊണ്ടുവന്നിട്ട് നമ്മളിലേക്ക് ചേർത്ത് നിർത്താമല്ലോ. അവിടെ ഇങ്ങനെ അവള് തന്നെ കൈ പിടിച്ചു വെച്ച അവിടെ. അപ്പൊ ഞാൻ ഇങ്ങനെ എന്നിലേക്ക് ചേർത്ത് നിർത്തി. പിന്നെ കുറച്ച് വികാരത്തോടെയുള്ള സംസാരമായിരുന്നു.
അപ്പം ഭയങ്കര ഫീലായിരുന്നു. അപ്പൊ അവൾ എന്താ ചോദിച്ച്, എടാ നിനക്ക് എന്നെ പ്രേമിച്ചുകൂടായിരുന്നു എന്ന് ചോദിച്ചു. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഇരുന്നിരുന്ന് എപ്പോഴേക്കോ ഞങ്ങൾ കുറച്ച് ഭയങ്കര മൂഡായിപ്പോയി. എന്നിട്ട് ഭയങ്കര മൂടായി ഒരു വല്ലാത്ത ഫീലായി പോയി, ഭയങ്കര ഫീല്. എന്നുവെച്ചാൽ കുറെ നേരം കൊണ്ട് അങ്ങനെ ഇരിക്കുവല്ലേ, അങ്ങനെ ഇരിക്കുന്നു. ആദ്യമായിട്ട് അവൾ അങ്ങനെ ഇരിക്കുന്നു എന്റെ അടുത്ത്. നിനക്കറിയാലോ, എനിക്കാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു കിക്ക് കിട്ടി, എന്താ പറയുന്നേ. അപ്പോ ഞാൻ അവളുടെ ക്യാഷിൽ ചോദിച്ചു, എടി ഇന്ന് പോണോ, ഇന്ന് നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ അവൾ പറഞ്ഞില്ല, പോയേ പറ്റൂ, വീട്ടിൽ ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പൊ സമയം അറൗണ്ട് ഒരു 4 മണിയൊക്കെ കഴിഞ്ഞു, 4:30-5 മണിക്കടുത്തായി. അപ്പൊ ഞാൻ പറഞ്ഞു, എത്ര മണിക്ക് വീട്ടിൽ ചെല്ലണമെന്ന് ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞ്, ലേറ്റ് ആയാലും കുഴപ്പമില്ല, പക്ഷെ ഇന്ന് വീട്ടിൽ ചെല്ലണം എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ ലേറ്റ് ആവുമെന്ന് വിളിച്ച് പറഞ്ഞിട്ട് നേരെ പോയിട്ട് ഞങ്ങൾ കുറച്ച് ഫുഡ് വാങ്ങിച്ച് നേരെ ഒരു ഓയോ റൂം ബുക്ക് ചെയ്തു റൂമിൽ പോയിട്ട് നേരെ ഞങ്ങള് ആദ്യം തോർത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി കുളിച്ചു, അതിനുശേഷം അവള് പോയി കുളിച്ചിട്ട് നേരെ വന്നിരുന്ന് ഫുഡ് കഴിച്ചു. അവള് ഞാൻ അവിടെ ഇങ്ങനെ ചേർന്നിരുന്നിട്ട് പെട്ടെന്ന് രണ്ടുപേരും കൂടെ കെട്ടിയത് പിടിച്ചു. അപ്പൊ അവള് ടോപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു, ഞാനൊരു ഷോർട്സ് മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു, ഉടുപ്പിട്ടിട്ടില്ലായിരുന്നു. കെട്ടിയങ്ങ് പിടിച്ചു. കെട്ടിപ്പിടിച്ചിട്ടെന്ന് പറഞ്ഞാൽ ആ കെട്ടിപ്പിടുത്തം വിട്ടില്ലടി, നീറ്റില്ല. കെട്ടിപ്പിടിച്ചിട്ട് ആ കെട്ടിപ്പിടുത്തത്തിൽ തന്നെ ഞാൻ അവളുടെ കഴുത്തിലൊരു ഉമ്മ കൊടുത്തു. അവള് പറഞ്ഞു വെച്ചോണ്ട് എന്നെ അമർത്തിയും കെട്ടിപ്പിടിച്ചു. പിന്നെ അങ്ങ് എണീറ്റ് നല്ല അമർത്തി കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ടും കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ദേഹത്തൊക്കെ തലോടാൻ തുടങ്ങി. അവളും ഇങ്ങനെ ഭയങ്കരമായിട്ട് തലോടാൻ തുടങ്ങി. അപ്പൊ ഞാൻ ജസ്റ്റ് അവളുടെ മുഖത്ത് നോക്കിയപ്പോൾ അവൾ എന്റെ കണ്ണിൽ തന്നെ നോക്കുക, ഒരുമാതിരി തീഷ്ണമായ നോട്ടം കേട്ടോ. എന്നിട്ട് ബാക്കിയൊക്കെ ഞാൻ വിശദമായി പറയണ്ടല്ലോ. കട്ടിലേക്ക് വീണു, സെക്സ് ചെയ്തു. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. അതെങ്ങനെ മനസ്സിലായി ഫസ്റ്റ് സെക്സ് ആണെന്ന്? വിളിച്ചായിരുന്നു. അപ്പൊ അവള് പറഞ്ഞില്ല, മുൻപ് സെക്സ് ഒന്നും നടന്നില്ല. പിന്നെ അവളെ നമുക്കറിയാലോ, എത്രയോ വർഷം കൊണ്ടേ നമുക്കറിയാം. നിനക്കും അറിയാവുന്നില്ലേ? നിനക്ക് തോന്നുന്നുണ്ടാവും മുൻപ് സെക്സ് ഉണ്ടായിട്ടുള്ളതായിട്ട്? അതില്ല, എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. നിങ്ങള് എന്ത് കരുതി ഞങ്ങൾ തമ്മിൽ പ്രണയമോ കല്യാണം കഴിക്കുമെന്നോ ഒന്നുമല്ല ഞാനീ പറയുന്നത്. അതൊരു സിറ്റുവേഷനിലങ്ങ് സംഭവിച്ചു. അതിനി ചെയ്യണമെന്ന് ഞങ്ങൾക്കില്ല. അതിങ്ങോട്ട് തിരിച്ചു വരുന്ന വഴിക്ക് വണ്ടി ഇരുന്ന് പറയുകയും ചെയ്തു, ഇനി ഇത് വേണ്ട, ഒരു തവണ മതി എന്ന് പറഞ്ഞു. അവൾ നിന്നോട് എന്താ പറഞ്ഞു? എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറയില്ല. അവള് ഭയങ്കരമായിട്ട് എൻജോയ് ഒക്കെ ചെയ്തു. ഞാനാ പറഞ്ഞത്, അവളല്ല പറഞ്ഞത്, ഞാനാ പറഞ്ഞത് ഇനി ഇത് വേണ്ട, കാരണം നമ്മൾ തമ്മിൽ കല്യാണമൊന്നും കഴിക്കത്തില്ല. ഒരു സിറ്റുവേഷനിലൊക്കെ സംഭവിച്ചു പോയി. അവൾക്കും അറിയാം, എനിക്കും അറിയാം നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കത്തില്ല.